ഒരു 10 കൊല്ലം കൊണ്ട് മുമ്പേത്തിനെ കാട്ടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പ് UDF ഭരണകാലത്തിനെക്കാട്ടി എത്രയോ മെച്ചപ്പെട്ട പല പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികളുണ്ടായി UDF ഭരണകാലത്ത്. അത് പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാം വളരെ ഗംഭീരമായി പരിപാടികളെല്ലാം നടന്നു. പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എല്ലാം വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിൽ പെട്ടാലും നല്ല പുരോഗതിയിലേക്ക് ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയൊക്കെ നല്ല മാറ്റങ്ങളാണ്. കാരണം ആശുപത്രി ബിൽഡിങ്ങുകളൊക്കെ പുതിയ ഹൈടെക് ആയി. മറ്റിപ്പോൾ എല്ലാം വികസനങ്ങൾ വന്നു കുറേശ്ശന പണ്ടത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നാടിന് പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് സാമ്പത്തിക മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും രാഷ്ട്രീയമായിട്ട് ഒരുപാട് മുമ്പ് ഒരു 10 വർഷത്തിന് മുമ്പേ ഉള്ളതല്ല ഇന്നുള്ളത്. നമ്മുടെ കുടുംബശ്രീ ഇതുവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വരുമാനം നമ്മൾ സ്വയം സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ തന്നെ അതിൽ നിന്ന് നമുക്ക് പറ്റാവുന്ന വരുമാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 10 വർഷത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ മുൻപേ ഉള്ളതും പിൻപേ ഉള്ളതും നോക്കുമ്പോൾ ഇപ്പം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏവറേജ് നല്ലൊരു ഭരണം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ ഒരുപാട് മാറ്റങ്ങളാണ്. ഈ സർക്കാരിൻ്റെ നല്ല പ്രവർത്തി കൊണ്ട് 10 വർഷം കൊണ്ട് ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടായി. വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളില്ലേ, ഇപ്പോൾ റോഡായാലും പെൻഷൻ, നമ്മളിപ്പോഴത്തെ സർക്കാർ വന്നിട്ടില്ല ഒരുപാട് നല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ ഉദാഹരണത്തിന് ഈ റോഡ് നോക്കിയാൽ നിങ്ങൾ, ഈ റോഡല്ലെങ്കിൽ നമ്മൾ ഓരോ മഴക്കാലത്തും പൊളിഞ്ഞു കിടക്കും, എപ്പോഴും കുണ്ടും കുഴിയായിരുന്നു. ഇപ്പോൾ 5 കൊല്ലം ഉൾപ്പെട്ട് ചെയ്ത റോഡായത്. ഇതുവരെ ഈ റോഡിന് ഒരു ഇത് വന്നിട്ട് പോറൽ വന്നിട്ട്. ഞാൻ ഈ BP-ൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചില സമയം ഞാൻ പോയി ചെക്ക് ചെയ്യാറുണ്ട്. നല്ല പരിചരണം, എല്ലാ ഗുളികകളും മരുന്നുകളും എല്ലാം ആശുപത്രിയിൽ കിട്ടുന്നുണ്ട്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പാവപ്പെട്ട രോഗികൾക്ക്, സാധാരണക്കാരായ രോഗികൾക്ക് ഒരു ശരിക്കുള്ളൊരു ചികിത്സ അതൊരു ആശ്രയം തന്നെയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നല്ലത്, സർക്കാർ ഹോസ്പിറ്റലാണ് ഇത് എന്തുകൊണ്ടും. പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് മാറ്റങ്ങൾ. കിഡ്നിനെ പണിയെടുത്തിട്ട് ആക്കിയതുകൊണ്ട് കുറച്ച് വികസനം ഉണ്ട്. ഇപ്പം ഇല്ലാ കാര്യവും ഉണ്ട് തന്നെ പറയണ്ടേ. അതിദാരിദ്ര്യം ഇല്ല ശരിക്കും കേരളത്തിൽ. ഇവിടെ ശരിക്കും ഇവിടെ ദാരിദ്ര്യം പണത്തിനാണ്, ഭക്ഷണത്തിനല്ല ദാരിദ്ര്യം. ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല. ഇത്രയും കാലമായിട്ട് ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ട ഇതുപോലെ തന്നെ ഇനിയും വന്നു കഴിഞ്ഞാൽ ഈ കേരളം ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വികസനം കാര്യങ്ങളും വരും. ക്ഷേമ പെൻഷൻ ചേട്ടന് കിട്ടുന്നുണ്ടായിരുന്നു. അതിപ്പം ഘട്ടമായിട്ട് 10 വർഷത്തിനുള്ളിൽ കൂടി ഇപ്പോൾ 2000 രൂപയായിട്ടുണ്ട്. അത് എന്താ പറയുക, യഥാസമയം നമ്മളെ വീട്ടിൽ വന്നിട്ട് എത്തിച്ചേരുന്നുണ്ട്. പെൻഷൻ വരെ പറയേ വേണ്ട, ഇതന്നെ നല്ല അഭിപ്രായം. അതെ, മുടങ്ങുന്നില്ല പെൻഷൻ, എല്ലാ മാസം കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ. ഇപ്പം ഞാനിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു, സീനിയർ സിറ്റിസണാണ്. എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ 600 രൂപയിൽ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. നാടും വളർന്നു, നമ്മയും വളർന്നു. പിണറായി സർക്കാരിനെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലൊന്നും രാഷ്ട്രീയോ ജാതിയോ മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാർക്ക് കിട്ടേണ്ടതായ പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യമല്ലേ. അതിൽ രാഷ്ട്രീയമൊന്നുമല്ല നോക്കണ്ടേ. എന്ത് കിട്ടുന്നുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് കിട്ടുന്നുണ്ട്. ഇനിയും അങ്ങോട്ടുള്ള ആൾക്കാരും ആരും ഭരണം മാറിയാലും ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ ആവണം എന്നാണ് എൻ്റെ ഒരു